ഏഴഴകിൽ ഈ 5 സ്മോൾ ക്യാപ്പ് എന്നുള്ള ആ വീഡിയോയുടെ ആ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. റിസൾട്ട് വന്ന് കുഴപ്പമില്ലാത്ത റിസൾട്ടാണെന്ന് കണ്ടെത്തിയ പ്രിലിമിനറി കാഴ്ചപ്പാടിൽ കണ്ടെത്തിയ സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല റിസൾട്ട് കൊണ്ട് സ്റ്റോക്ക് കയറണമെന്ന് നിയമമൊന്നുമില്ല, മോശം റിസൾട്ട് കൊണ്ട് സ്റ്റോക്ക് താഴെ പോകുന്ന നിയമമില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അടുത്ത സ്വിം ക്ലാസ് 13 മെയ് ശനിയാഴ്ച രാത്രി 9 മണിക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല റിസൾട്ട് കൊടുത്ത് എന്ന് എനിക്ക് തോന്നിയ 5 കമ്പനി, ആക്ച്വലി 6 കമ്പനിയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ഇതെല്ലാം രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ വീഡിയോ. അതും കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് കമ്പനി VIP ഇൻഡസ്ട്രീസ് ആണ്. നമുക്കറിയാം അവരുടെ പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. ശരിക്കും ദി പെർഫോമൻസ് കഴിഞ്ഞ മാർച്ചിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 32.58 കൂടി എന്നുള്ളത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തു, 64.28 ആയി. ശരിക്കും നെറ്റ് പ്രോഫിറ്റ് 12.39 കൂടി എന്നുള്ളത് നമ്മൾ -4.26 ആയിട്ട് അല്പം ഒന്ന് കുറഞ്ഞു. ശരിക്കും അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ടാക്സ് കണ്ടില്ലേ, ടാക്സ് 22.76 എന്നുള്ള ടാക്സ് 33.64 ആയിട്ട് ഹ്യൂജ് ആയിട്ട് എസ്കലേറ്റ് ചെയ്തു. ടാക്സ് കൂടുതൽ കൊടുത്താണ് കമ്പനി മൈനസ് എന്നുള്ള ഫിഗറിലേക്ക് വന്നത്. അത് ഈ പറയുന്ന കണക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് ടാക്സ് കൊടുത്ത ക്വാർട്ടറാണ് കമ്പനിയെ സംബന്ധിച്ച് Q4. ഇനി അതിന്റെ P&L കൊണ്ട് നോക്കും നിങ്ങൾ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 147 കോടിയിൽ നിന്നാണ് 2023 314 കോടിയായിട്ട് മാറിയത്. OPM എക്സ്പാൻഷൻ 11 to 15%. PBT 86 to 197 ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 67 കോടിയിൽ നിന്ന് 152 കോടി, 2x മേളിൽ പോയി. ശരിക്കും EPS നോക്കാം, 4.73 നിന്നും 10.75. ഫെന്റാസ്റ്റിക് റിസൾട്ട് ആണ് അല്ലേ VIP ഇൻഡസ്ട്രീസ് കൊടുത്തത്. അടുത്ത കമ്പനി കിൽബേൺ എഞ്ചിനീയറിംഗ് എന്നുള്ള കമ്പനിയാണ്. ഫിഗർ നോക്കി കഴിഞ്ഞ മാർച്ചിൽ 2022 8 കോടിയിൽ നിന്നാണ് 12 കോടിയായത്. ഡിസംബറിൽ സ്വീക്വൻഷ്യൽ 9 to 12 crores ആയി. മാർജിൻ എക്സ്പാൻഷൻ ആണ് സംഭവിച്ചത്, 15% നിന്നും 17% ഇയർ ഓൺ ഇയർ. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 കോടിയിൽ നിന്നും 12 കോടിയായി. ആൻഡ് EPS എന്ന് പറയുന്നത് 1.39 നിന്നും 3.45 ആയി ഇയർ ഓൺ ഇയർ. ആൻഡ് സ്വീക്വൻഷ്യൽ 2 3.45 ആയി. ഇനി പ്രോഫിറ്റ് P&L കൊണ്ട് നോക്കാം. 13 കോടിയിൽ നിന്നാണ് 35 കോടിയായത്. മാത്രമല്ല കഴിഞ്ഞ 10 കൊല്ലത്തെ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ആൻഡ് ബെസ്റ്റ് OPM എക്സ്പാൻഷൻ ആണ് 16%. ബെസ്റ്റ് PBT ആണ് ശരിക്കും 39 കോടി. കഴിഞ്ഞ കൊല്ലം 3 കോടിയേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 2 കോടിയിൽ നിന്നും 30 കോടിയായിട്ട് മാറി. EPS ലെസ് ദാൻ 1 രൂപയിൽ നിന്നും 8.42 ആയിട്ട് മാറി. അമേസിംഗ് റിസൾട്ട് കൊടുത്ത കമ്പനിയാണ് കിൽബേൺ. അടുത്ത കമ്പനി റെയ്മണ്ട് ആണ്. മുഖവരിയുടെ ആവശ്യമില്ല ഈ കമ്പനിയെ കുറിച്ച്. ഡിസംബർ 314 കോടിയിൽ നിന്നാണ് കമ്പനി 337 കോടി എന്നുള്ള ഓപ്പറേറ്റിംഗ് പെർഫോമൻസിലേക്ക് മാറുന്നത്. കഴിഞ്ഞ മാർച്ചിൽ 284 ഉണ്ടായിരുന്നുള്ളൂ. OPM പെർസെൻറ്റേജ് 15 to 16% ആയി ശരിക്കും. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 196 കോടിയായി. എഗൻസ്റ്റ് കഴിഞ്ഞ മാർച്ചിൽ 265 ആയിരുന്നു ശരിക്കും. നമ്മൾ ആനുവൽ P&L എടുക്കാൻ നേരത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 705 കോടിയിൽ നിന്നും 1199 കോടി, സംതിങ് അറൌണ്ട് 500 കോടിയുടെ വ്യത്യാസമാണ്. ക്ലോസ് ടു 500 ക്രോസിന്റെ വ്യത്യാസം വന്നിരിക്കുന്നത്. ആൻഡ് OPM പെർസെൻറ്റേജ് 11 to 15%. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 265 കോടിയിൽ നിന്നും 537 കോടി ശരിക്കും. അതിന്റെ വലിയൊരു കാര്യം ബേസിക്കലി സംഭവിച്ചത് എന്താ പറയണ്ടേ, കഴിഞ്ഞ കൊല്ലത്തെ ടാക്സ് -9% ആയിരുന്നു. ഇത്തവണ 27% ടാക്സ് കൊടുത്തു ശരിക്കും. എന്നിട്ടാണ് 537 എന്നുള്ള ഫിഗറിലേക്ക് എത്തുന്നത് ശരിക്കും. അപ്പോൾ ദി പെർഫോമൻസ്. ആൻഡ് EPS 39.11 നിന്നും 79.45 ആയിട്ട് മാറി. ഹ്യൂജ് പെർഫോമൻസ്. അടുത്തത് ചാലറ്റ് ഹോട്ടൽസ് ആണ്. കഴിഞ്ഞ മാർച്ചിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 31 കോടി എന്നുള്ളത് 152 കോടി. OPM പെർസെൻറ്റേജ് 21% എന്നുള്ളത് 45% മാറി. ആൻഡ് സ്വീക്വൻഷ്യൽ നോക്കുക, 113 നിന്നും 152 കോടിയായി ശരിക്കും. നമ്മൾ P&L നോക്കാൻ നേരത്ത് 98 കോടിയിൽ നിന്നാണ് 453 കോടി. 5x, ക്ലോസ് ടു 4.5x അല്ലേ, ക്ലോസ് ടു 5x എന്ന് വേണം പറയാം. OPM പെർസെൻറ്റേജ് 19%, 40% ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദി നെറ്റ് പ്രോഫിറ്റ് -81 CR to 186 ആണ് വന്നിരിക്കുന്നത് ശരിക്കും. 186 കോടി -81 കോടിയിൽ നിന്നും. EPS മൈനസിൽ നിന്നും 9.07 ആയിട്ട് കുതിച്ചുയർന്നെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത കമ്പനി TDPS ആണ്. TD സിസ്റ്റംസ് ആണ്. പെർഫോമൻസ് നോക്ക്. കഴിഞ്ഞ മാർച്ചിൽ 31 കോടി, ഇത്തവണ 43 കോടി. 33 എന്നുള്ള സ്വീക്വൻഷ്യലാണ്, അതാണ് 43 ആയി മാറിയത്. ആൻഡ് ബെസ്റ്റ് OPM പെർസെൻറ്റേജ് ആണ്. ആൻഡ്
കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ മാർച്ചിൽ 25 കോടി എന്നുള്ളത് 35 കോടിയായിട്ട് മാറി ആൻഡ് സ്വീക്കൻഷ്യൽ 20 എന്നുള്ള 35 കോടിയായി. P&L അക്കൗണ്ട് നോക്കുന്നത് 97 നിന്നും 130 crores. സംതിങ് അറൌണ്ട് 50% ഗ്രോത്ത് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ P&L വന്നിരിക്കുന്നത്. OPM പെർസെൻറ്റേജ് 12% നിന്നും 15%. ഈ 130 എന്ന് പറയുന്നത് കഴിഞ്ഞ 10 കൊല്ലത്തെ ബെസ്റ്റ് ഫിഗർ ആണെന്ന് ഓർത്തോണം ശരിക്കും. ആൻഡ് OPM പെർസെൻറ്റേജ് 15% എന്ന് പറയുന്നത് കഴിഞ്ഞ 10 ഇയേഴ്സിലെ ബെസ്റ്റ് ഫിഗർ ആണ് ശരിക്കും. ആൻഡ് ടാക്സ് 23 to 25, നെറ്റ് പ്രോഫിറ്റ് 71 to 97, EPS 4.54 to 6.20. അടുത്ത കമ്പനി ലാസ്റ്റ് കമ്പനിയാണ് ശ്രീറാം പിസ്റ്റൻസ് ആണ് കമ്പനി. ഈ കമ്പനിയെ കുറിച്ച് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 117 നിന്നും 135 കോടി. കഴിഞ്ഞ മാർച്ചിൽ 85 ആയിരുന്നു, അതാണ് 135 ആയിട്ട് കുതിച്ചു വരുന്നത്. ആൻഡ് ബെസ്റ്റ് OPM പെർസെൻറ്റേജ്. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ മാർച്ചിൽ 50 കോടി എന്നുള്ളത് 91 കോടി. സ്വീകൻഷ്യൽ 75 നിന്നും 91. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആനുവൽ നോക്കാൻ നേരത്ത് 304 നിന്നും 460. 50% ഗ്രോത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും. PBT 220 to 393. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് 164 നിന്നും 294 ആണ് നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് ശരിക്കും. അതർ ഇൻകം 29 to 47 ആയി കഴിഞ്ഞു ശരിക്കും. ആൻഡ് EPS 74 നിന്നും 133.43, ക്ലോസ് ടു 2x ആണ് പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദി സ്റ്റെല്ലർ പെർഫോമൻസ് ആണ് കമ്പനികൾ കാഴ്ചവെച്ചിരിക്കുന്നത് ശരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും ഞാൻ വിശ്വസിക്കുന്നു. ദിസ് വീഡിയോ ഇസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. കൂടുതൽ സ്റ്റോക്കുകൾ മനസ്സിലാക്കുക, കൂടുതൽ ഒബ്സർവ് ചെയ്യുക, കൂടുതൽ പഠിക്കുക. അതാണ് ഈ വീഡിയോ കൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന പർപ്പസ് ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും